അത് വേഗം ഇങ്ങോട്ട് കൊണ്ടുവാ. അപ്പോൾ യാചകൻ അത് വേഗം എടുത്ത് നബിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നബി ചോദിച്ചു, ആർക്കാണിത് വില കൊടുത്തു വാങ്ങാൻ സാധിക്കുക? അപ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് സാധിക്കും. അതിനു വേണ്ടി ഞാൻ 2 ദിർഹം തരാം. നബി യാചകരോട് പറഞ്ഞു, 1 ദിർഹം വെച്ചിട്ട് നിങ്ങൾ കാട്ടിൽ പോയി വിറകു വെട്ടാൻ പഴു വാങ്ങുക. 10 ദിർഹം വെച്ചിട്ട് നിങ്ങൾ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. പിന്നീട് യാചകൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. 2 ആഴ്ചകൾക്ക് ശേഷം യാചകൻ വീണ്ടും നബിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ യാചകന്റെ അടുക്കൽ 10 ദിർഹം ഉണ്ടായിരുന്നു. 1 ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാചകനോട് പറഞ്ഞു, 1 ദിർഹം വെച്ചിട്ട് നിങ്ങൾ പുതപ്പും വെള്ളിപ്പാത്രവും വാങ്ങുക. 10 ദിർഹം വെച്ചിട്ട് നിങ്ങൾ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ കൂട്ടുകാരെ, യാചനയിൽ നിന്ന് മോചനം ലഭിച്ചു. അതോടെ എന്റെ കൊച്ചു കഥ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. Chest number 303 on the stage. Judges, please start. Chest number 305 on the stage. 305 on the stage. Next 402 on the stage. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊരു കഥ പറയാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ട്ടോ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴതാ അവിടെ നിന്ന് ഒരാൾ കൂട്ടം വരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി പരിഹസിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചും കേട്ടു നിന്നു. അവർക്കിടയിൽ ചിലർ നബിയെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. നബിയുടെ കാലിൽ നിന്ന് ചോര വന്നു. അപ്പോൾ നബിയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, നബിയെ, ഞാൻ ഈ വലിയ മല അവർക്ക് മുകളിൽ മറിക്കട്ടെ? വേണ്ട ജിബ്രീലേ, അവർ അറിവില്ലാത്തവരാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നോക്കൂ. നമുക്കും ഇങ്ങനത്തെ സ്വഭാവമാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും. വേദിയിൽ മദ്ഹ് ഗാനം കഴിഞ്ഞാൽ ഉടനെ കിഡീസ് വിഭാഗം ദഫ് മത്സരം ആരംഭിക്കുന്നതാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് അറബി ഗാനം മത്സരം കഴിഞ്ഞാൽ സ്കൗട്ട് പ്രദർശനം ഈ വേദിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് 2 പരിപാടിയാണ്, ദഫ് ആൻഡ് സ്കൗട്ട് ആണുള്ളത്. നാളെ ഫ്ലവർ ഷോ, വലിയ ദഫുമാണ് നാളെ ഉള്ളത്. നാളെ കവ്വാലി, അതുപോലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പ്രകടനം, രക്ഷിതാക്കളോടുള്ള ബോധവൽക്കരണ പ്രകടനം നാളെ ഉണ്ടായിരിക്കുന്നതാണ്. വേദിയിൽ തുടരുന്നു, മദ്ഹ് മത്സരം തുടരുന്നു, കഥ പറയൽ മത്സരം തുടരുന്നു. ചെസ് നമ്പർ 402 ഓൺ ദ സ്റ്റേജ്. അസ്സലാമു അലൈക്കും. ഞാനൊരു കഥ പറയാം കേട്ടോ. അത് കഥ പറയുന്നത്